പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെയ്ജിങ്ങിലേക്ക് പുറപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റ് സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ചൈനയിലേക്ക് തിരിക്കും മുമ്പ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. യുദ്ധത്തിന് ഇതുവരെ $2,900 കോടി ചെലവായതായി പെൻറ്റഗൺ അറിയിച്ചു. മധു കൊട്ടാരക്കര അമേരിക്കൻ തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ചൈനയെ ചെന്നിറങ്ങുന്നതിന് മുമ്പിട്ട് തന്നെ ജനങ്ങൾക്ക് വല്ല സംശയമുണ്ടെന്ന് കരുതിയാണോ അമേരിക്കൻ പ്രസിഡന്റ് എനിക്ക് ചൈനയുടെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞത്? അപ്പോൾ ഇത് തന്നെ അവർക്ക് അവിടെ അറിയുമ്പോൾ അവരെ പ്രകോപിപ്പിക്കുകയല്ലേ? ട്രംപ് ചൈനയിലെത്തി മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ പ്ലെയിൻ ലാൻഡ് ചെയ്തായിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഈ ഷി ജിൻപിങ്ങുമായിട്ട് ഏതാണ്ട് ഒരു ദശാബ്ദക്കാലം ആകുന്നു. അതിനുശേഷമാണ് ഈ നിർണായക ഉച്ചകോടിക്കായിട്ട് ട്രംപ് ബെയ്ജിങ്ങിൽ അല്പസമയം മുമ്പ് എത്തിയത്. ഇദ്ദേഹത്തോടൊപ്പം ആപ്പിൾ സിഇഒ ടിം കുക്ക്, ടെസ്ല മേധാവി മസ്ക്, അങ്ങനെ ഒരു 17ഓളം പ്രമുഖ ബിസിനസ് നേതാക്കളും ഈ ട്രംപിനൊപ്പമുണ്ട്. എന്നാൽ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനി എൻവിഡിയയുടെ സിഇഒ ജെൻസൺ ഹുവാങ് എന്തുകൊണ്ടോ ഈ സംഘത്തിൽ ഇല്ലെന്നുള്ളതും വളരെ ശ്രദ്ധേയമാവുകയാണ്. ചൈനയുമായിട്ട് സുസ്ഥിരമായ ഒരു ബന്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതും ട്രംപ് ആഗ്രഹിക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ചൈനയുമായിട്ട് ഒരു ദീർഘകാല സാമ്പത്തിക മത്സരത്തിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ അമേരിക്ക ഒരു വശത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ചൈനീസ് സർക്കാരിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അവർ പറയുന്നത് പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു സഹകരണവും ഇപ്പോഴുള്ള ഈ ഭിന്നതകൾ പരിഹരിക്കാനും ഈ ഉച്ചകോടി സഹായിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം സൂചിപ്പിച്ചതുപോലെ ഇറാൻ വിഷയത്തിൽ ആരുടെയും സഹായം ആവശ്യമില്ലെന്നാണ് ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ കയറും മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് US പ്രസിഡന്റ് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന കാര്യത്തിൽ ഒരു ബഹുരാഷ്ട്ര പ്രതിരോധ ദൗത്യം അമേരിക്ക പ്ലാൻ ഇടുന്നുണ്ട്. അതിന് സൈനിക പിന്തുണ നൽകുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ അമേരിക്കയുടെ യുദ്ധ ചെലവ് കുതിച്ചുയരുകയാണ്. നിലവിൽ $29 ബില്യൺ, അതായത് 2.4 ലക്ഷം കോടി രൂപ ഇതിനായിട്ട് ചെലവാക്കിയതായിട്ടാണ് പെന്റഗൺ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൂടുതൽ തുക എത്ര വേണമെന്നുള്ള കാര്യത്തിൽ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. ഇത് US കോൺഗ്രസ് മെമ്പേഴ്സിന്റെ ഇടയിൽ വലിയ ബഹളങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.